ചിന്ത കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത് എബ്രായ ലേഖനത്തിൽ നിന്നാണ്. എബ്രായർക്ക് ലേഖനം 4-ാം അധ്യായം. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ നിർത്തിയത് അതിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യം. ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തിയ വാക്യം ഒന്ന് വായിച്ചാട്ട്. 14 മുതൽ 16 വരെയുള്ള വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 4 വേഴ്സ് 14 to 16. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഹെഡിങ് നമ്മൾ കൊടുത്തത് മിനിസ്ട്രി ഓഫ് ക്രൈസ്റ്റ്, കർത്താവായ യേശുവിൻ്റെ ശുശ്രൂഷ. അതായിരിക്കും നമ്മൾ തുടർന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത്. എബ്രായ ലേഖനം 4-ാം അധ്യായം 14-ാം വാക്യം മുതൽ 10-ാം അധ്യായം 18-ാം വാക്യം വരെ, ചാപ്റ്റർ 10 വേഴ്സ് 18. അതുവരെയുള്ള വിഷയങ്ങൾ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ദ മിനിസ്ട്രി ഓഫ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവായ യേശുവിൻ്റെ ശുശ്രൂഷ അഥവാ ദ സുപ്പീരിയോറിറ്റി ഓഫ് ക്രൈസ്റ്റ് വർക്ക്. എബ്രായ ലേഖനത്തിൻ്റെ പ്രാധാന്യത നിങ്ങൾക്കറിയാം. എബ്രായ ലേഖനം പഠിപ്പിക്കുന്നത് യേശു വലിയവൻ, ശ്രേഷ്ഠൻ എന്നുള്ള വിഷയമാണ്. നമ്മൾ ആദ്യത്തെ വിഷയം തൊട്ട് നമ്മൾ ചിന്തിച്ച് വന്നത്. ഒന്നാമത് പഠിച്ച് യേശു ആരേക്കാൾ ശ്രേഷ്ഠെന്ന് പഠിച്ചു. ഒന്നാമത് ആര്? യേശു ക്രിസ്തു ആരേക്കാൾ വലിയവൻ? പഴയ നിയമ പ്രവാചകന്മാരെക്കാൾ വലിയവൻ. 2, യേശു ദൂതന്മാരെക്കാൾ വലിയവൻ. 3, യേശു മോശയേക്കാൾ വലിയവൻ. 4, യേശു യോശുവേക്കാൾ വലിയവൻ. ഈ 4 വിഷയങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ടാണ് കർത്താവായ യേശുവിൻ്റെ ശുശ്രൂഷ എന്നുള്ള വിഷയത്തിലേക്ക് നമ്മൾ കടന്നു വന്നു. ആ ശുശ്രൂഷയുടെ ഒന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് പൗരോഹിത്യ വസ്ത്രം എന്താണ്, എന്തിനെ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുവാനായിട്ടിടയായിത്തീർന്നത്. ഇന്ന് രാത്രിയിൽ ആ യേശുവിൻ്റെ ശുശ്രൂഷയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ പറയപ്പെടുന്ന വാക്യം അതിൻ്റെ 14-ാമത്തെ വാക്യം പറയുന്നു, ആകയാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം അന്ന് ഞാൻ നിങ്ങളെ ചിന്തിപ്പിക്കുകയുണ്ടായി. എന്താണ് ഇവിടെ ആകയാൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? ഈ അധ്യായത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ വാക്യമാണ്. വായിച്ചോട്ടെ 9-ാമത്തെ വാക്യം വേഴ്സ് 9. ഈ ചാപ്റ്ററിൻ്റെ കാതലായിരിക്കുന്ന ഭാഗം അല്ലെങ്കിൽ കീ വേഴ്സ് ആണ് ഈ പറയപ്പെടുന്ന വാക്യം. ആകയാൽ ദൈവജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിപ്പിച്ചിരിക്കുന്നു. ഇതാണ് ഈ പ്രത്യേകമായ ചാപ്റ്ററിൻ്റെ കുറിവാക്യമായിട്ട് കാണുന്നത്. എന്ത് ആക്ക് ഒരു ശബത്ത് അനുഭവം ശേഷിപ്പിച്ചിരിക്കുന്നു? അവിടെ പറയുന്നത് ദൈവജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. അതിന് ആ വിഷയം കൺഫേം ചെയ്യുവാനായിട്ട് പറയുമ്പോൾ പ്രധാനമായിട്ട് 3 കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇത് കൺഫേം ചെയ്യുന്നത്. അതിലൊന്ന് അതിൻ്റെ 2-ാമത്തെ വാക്യം വേഴ്സ് 2. 2-ാമത്തെ വാക്യം 1-ാമത്തെ വാക്യം കൊണ്ടത് വായിച്ചാട്ടും. ഇവിടെയാണ് വിഷയം. നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ തക്കവണ്ണം നിങ്ങൾ ഭയപ്പെടുക. ഭയപ്പെടേണ്ട ഒരു വിഷയമാണോ? ആ സ്വസ്ഥതയിൽ കടക്കുവാൻ സാധിച്ചില്ല എങ്കിൽ എന്താണോ ആ സ്വസ്ഥതയിൽ കടക്കുവാനുള്ള ആവശ്യകത എന്താണ്? അവിടെ ആ വാക്യം നമ്മൾ 1-ാമത് വായിക്കുകയുണ്ടായി. കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരപ്രദമായി വന്നില്ല. ഇത് ഈ പ്രത്യേകമായിരിക്കുന്ന കാര്യം വെളിപ്പെടുത്തുന്നത് പഴയ നിയമത്തിൽ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിത്തിരിച്ചതായിരിക്കുന്ന ഇസ്രായേൽ മക്കളെ ചൂണ്ടിക്കാണിക്കുന്നു. വിശ്വാസത്താൽ ഇറങ്ങിത്തിരിച്ചവർ അവർക്ക് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത നാട്ടിലേക്ക് എത്തുവാൻ സാധിച്ചില്ല. എന്തുകൊണ്ട് എത്തുവാൻ സാധിച്ചില്ല? അവർ വിശ്വസിക്കായകൊണ്ട്. എന്ത് വിശ്വസിച്ചില്ല? ദൈവവചനം അവർ വിശ്വസിച്ചില്ല. 2-ാമത് നമ്മൾ കാണുന്നത് എങ്ങനെ അകത്ത് കടക്കുവാൻ സാധിക്കും. അതിൻ്റെ കാരണം പറയുന്നത് അതിൻ്റെ വായിച്ചോട്ട് അതിൻ്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോട്ട്. 6-ാമത്തെ വാക്യം. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഇന്ന് എന്നുള്ളൊരു ദിവസത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അത് പറയുവാൻ കാരണമുണ്ട്. മുകളിൽ ഇറങ്ങിത്തിരിച്ച പലരും നഷ്ടമായ സ്ഥാനത്ത് നഷ്ടമാകാതിരിക്കണമെങ്കിൽ എന്തു വേണം? ദൈവവചനം അവരനുസരിക്കണം. അത് വിശ്വാസമായി പരിണമിക്കണം. എന്നാൽ അത് മാത്രമല്ല, എന്ത് നടന്നു? മുൻപിൽ കടന്നുപോയ 2 കൂട്ടം ആൾക്കാരെ അവിടെ ചൂണ്ടിക്കാണിക്കുന്നു. വേഴ്സ് 10, 10-ാമത്തെ വാക്യം. 2 കൂട്ടം ആൾക്കാരെ സ്വസ്ഥതയിലേക്ക് കടന്നുവെന്ന് ആ വാക്യം വെളിപ്പെടുത്തുന്നു. ഒന്ന്, ദൈവം, അവിടെ പറയപ്പെടുന്ന വേർഡ് പ്രകാരമാണ് ദൈവം തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് എന്ന പോലെ. അപ്പോൾ ഒന്നാമതായിട്ട് ദൈവം സ്വസ്ഥതയിലേക്ക് കടന്നു. എപ്പോൾ ദൈവം സ്വസ്ഥതയിലേക്ക് കടന്നു? വായിക്കുന്ന ഭാഗം ഇതാണ്, ദൈവം തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് എന്ന പോലെ. സ്വസ്ഥതയിലേക്ക് ദൈവം കടക്കുന്നതിന് മുമ്പ് ദൈവം എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നു? ദൈവത്തിൻ്റെ സകല പ്രവർത്തനങ്ങളെയും ദൈവം കണ്ടിട്ട് നോക്കിയിട്ട് പ്രകാരം പറഞ്ഞു, നല്ലത് എന്ന് ദൈവം കണ്ടു. ദൈവം തന്നെ ഫലമേൽപ്പിച്ചായിരിക്കുന്ന സകല ശുശ്രൂഷകൾ അഥവാ തന്നെ ഫലമേൽപ്പിച്ചായിരിക്കുന്ന സൃഷ്ടികർമ്മം പരിപൂർണമായി നിവർത്തിക്കപ്പെട്ടപ്പോൾ ഈ ദൈവം സ്വസ്ഥതയിലേക്ക് കടക്കുവാനായിട്ടിടയായിത്തീർന്നു. അതിൽ കൂടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. സ്വസ്ഥതയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട്
ഭരമേൽപ്പിച്ചായിരിക്കുന്ന വേലയുടെ പൂർത്തീകരണം ആവശ്യമായിരിക്കുന്നു. പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കാതെ ശബത്തിൻ്റെ അനുഭവത്തിലേക്ക് അഥവാ വിശ്രമത്തിലേക്ക് കടക്കുവാൻ സാധ്യമല്ല. ദൈവം ശബത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ ശബത്തിൽ കടക്കുന്നതിന് മുമ്പായിട്ട് ദൈവം സകല സൃഷ്ടികർമ്മവും പരിപൂർണമായിട്ട് അവസാനിപ്പിച്ച് സകലം തീർത്തതിന് ശേഷമാണോ ശബത്തിലേക്ക് കടന്നു വന്നത് എന്നതുപോലെ 10-ാമത്തെ വാക്യം അവസാന ഭാഗം, അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ. ആരാണ് അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചത്? കർത്താവായ യേശു. യേശു എന്ത് ചെയ്തു? താനും തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് നിവർത്തനായിത്തീർന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, സ്വസ്ഥതയിലേക്ക് കടക്കണമെങ്കിൽ പുതിയ നിയമ ഭാഷയിൽ നമ്മൾ പഠിച്ചാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരമെങ്കിൽ അവനോടുകൂടി എടുക്കപ്പെടണമെങ്കിൽ എന്നെയും നമ്മളെയും ഭരമേൽപ്പിച്ചായിരിക്കുന്ന പ്രവൃത്തി തികയ്ക്കാതെ മുകളിലോട്ട് പോകാനായിട്ട് സാധ്യമല്ല. ശ്രദ്ധിച്ചോണേ, ഞാൻ ഈ പറയുന്ന വേർഡ്, കർത്താവായ യേശു അഥവാ ദൈവം തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് നിവർത്തനായി. യേശു തൻ്റെ പ്രവൃത്തികൾ നിവർത്തനായി. യേശു പ്രവൃത്തികൾ നിവർത്തനാകുന്നതിന് മുമ്പ് എന്ത് ചെയ്യേണ്ടി വന്നു? യേശു ദൈവത്തോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു, പിതാവേ, നീ എനിക്ക് ഈ ഭൂമിയിൽ ചെയ്യുവാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു. അപ്പോൾ യേശു തന്നെ ഏൽപ്പിച്ചായിരിക്കുന്ന പ്രവൃത്തി തികച്ചത് കൊണ്ട് യേശു സ്വസ്ഥതയിലേക്ക് കടന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, സ്വസ്ഥതയിലേക്ക് കടക്കപ്പെട്ടതായിരിക്കും 2 കൂട്ടം ആൾക്കാരും, അഥവാ 1 ദൈവം, 2 കർത്താവായ യേശു. ഈ 2 കൂട്ടരും സ്വസ്ഥതയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അവരൊന്ന് തെളിയിക്കേണ്ടി വന്നു. അവരെ ഏൽപ്പിച്ചായിരിക്കുന്ന വേല തികച്ചുവെന്നോ അവർ തെളിയിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിക്കണമേ, ഞാൻ പറഞ്ഞ വേർഡ്. സ്വസ്ഥതയിലേക്ക് അവർ കടക്കുന്നതിന് മുമ്പായിട്ട് ദൈവം സ്വസ്ഥതയിലേക്ക് കടന്നു എന്നു. ദൈവം എങ്ങനെയാണ് കടന്നു എന്നത് 6 ദിവസത്തെ പ്രവർത്തനങ്ങളിൽ ശേഷം യേശു നിവർത്തനായി. പിന്നീട് എന്തുണ്ടായിരുന്നു? പിന്നീട് സൃഷ്ടികർമ്മത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. അഥവാ സൃഷ്ടിപ്പ് പരിപൂർണമായി തികച്ചതിന് ശേഷമാണോ ദൈവം സ്വസ്ഥതയിലേക്ക് കടന്ന്? കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ടോ. 2 കർത്താവായ യേശു സ്വസ്ഥതയിലേക്ക് കടന്നു. ആ സ്വസ്ഥതയിലേക്ക് യേശു കടക്കുന്നതിന് മുമ്പായിട്ട് ഇപ്രകാരം ദൈവത്തോട് പ്രാർത്ഥിച്ചു, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു. ശ്രദ്ധിച്ചോണേ, നമ്മെ ഈ ഭൂമിയിൽ പരമേൽപ്പിച്ചിരിക്കുന്ന വേല തികയ്ക്കുമ്പോഴാണോ സ്വസ്ഥതയിലേക്ക് നമ്മൾ കടക്കുന്നത്? ഞാൻ ആ പഴയ പശ്ചാത്തലത്തിലേക്ക് വീണ്ടും കടക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം അനേക തെളിവുകൾ കൂടെ പറയും. നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുമായിരിക്കാം, അത് ദൈവമാണോ, മറ്റത് കർത്താവായ യേശുവ? അപ്പോസ്തലനായ പൗലോസിൻ്റെ ഭാഷയിൽ ഞാൻ ആ വാക്യം നിങ്ങൾക്ക് തരാം. പൗലോസ് ഇപ്രകാരം പറഞ്ഞു, ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി കാത്തിരിക്കുന്നു. എപ്പോഴാണോ നീതിയുടെ കിരീടം കാത്തിരുന്നതോ? ഓട്ടം തികച്ചതായ സമയത്ത്. ദൈവമക്കൾ മനസ്സിലാക്കണം, ഓട്ടം തികയ്ക്കാതെ ശബത്തിലേക്ക് കടക്കുവാൻ സാധ്യമല്ല. എന്നെയും നിങ്ങളെയും ഭരമേൽപ്പിച്ചിരിക്കുന്ന വേല തികയ്ക്കാതെ ശബത്തിലേക്ക് കടക്കുവാൻ സാധ്യമല്ല. എന്നെയും നിങ്ങളെയും ഭരമേൽപ്പിച്ചിരിക്കുന്ന വേല തികയ്ക്കാതെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ സാധ്യമല്ല. കാരണം യേശു വന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പായിട്ട് നിനക്ക് തന്ന 1 താലന്ത് എന്തിയെ എന്ന് ചോദിച്ചാൽ അതിന് കണക്ക് കൊടുക്കുവാൻ സാധിക്കത്തില്ല എങ്കിൽ യേശു പറയപ്പെടുന്നൊരു വാക്കുണ്ട്, ദുഷ്ടദാസനെ, നീ മടിയനായിരുന്നു, അതുകൊണ്ട് എങ്ങോട്ട് പോയി? ഇരുട്ടിലേക്ക് തള്ളിക്കളഞ്ഞു. ശ്രദ്ധിച്ചോണേ, സ്വർഗത്തിൽ പോകണമെങ്കിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ടത് കൊണ്ട് മാത്രം സ്വർഗത്തിൽ പോകത്തില്ല. ദൈവം നമ്മെ ഫലമേൽപ്പിച്ച വേല തികയ്ക്കാതെ പോകുവാൻ സാധ്യമല്ല. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ആമേൻ പറഞ്ഞാട്ട്. നിങ്ങളെല്ലാം എന്നോട് കൂടെ സമ്മതിച്ചിരിക്കുക. ആമേൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? അതേ, അപ്രകാരം തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാം എന്നോടുകൂടെ സമ്മതിച്ചിരിക്കുക, അങ്ങനെ പോകത്തുള്ളെന്ന് കേട്ടോ. ഇനി ശ്രദ്ധിച്ചോണേ, നമ്മുടെ ലൈഫ് ഒന്ന് സൂക്ഷിച്ചോണം. ഓക്കെ, ഞാൻ മുൻപോട്ട് കടന്നു വിട്ട് ഇവിടെ നമ്മൾ ചിന്തിച്ച് കാണിക്കുന്ന ഭാഗത്തിൽ ഇവിടെ എന്നിട്ട് താഴെ പറയുന്നു, അതിൻ്റെ താഴെ പറയുന്നത് 2 കാര്യങ്ങൾ നമ്മെ വളരെയധികമായിട്ട് സൂക്ഷിക്കുന്നു. നമ്മുടെ എല്ലാ മൂവ്മെൻറ്റ്സും അത് വാച്ച് ചെയ്യുന്നു. നമുക്ക് ഒന്നുപോലും അതിനു മുമ്പിൽ മറവായിരിക്കുന്നില്ല. 2 കാര്യങ്ങൾ. 1 ദൈവത്തിൻ്റെ വചനം, 2 കർത്താവായ യേശു. നമ്മൾ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് 1-2 ക്ലാസ്സുകൾ നമ്മൾ എടുത്ത് പഠിക്കുവാനായിട്ടിടയായിരുന്നു. റേമ ആൻഡ് ലോഗോസ്, ഈ 2 വാക്കുകൾ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചും പഠിപ്പിക്കുന്നതായിരിക്കുന്ന വാക്കുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലതും അവൻ്റെ കണ്ണിന് മുൻപിൽ നഗ്നതും മലർന്നതുമായിരിക്കുന്നു. അവനുമായിട്ടാണോ നമുക്ക് താല്പര്യമുള്ളത് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ തക്കവണ്ണം ഒരു വ്യക്തിക്കും സാധ്യമല്ല.
സ്വയനീതി കൊണ്ട് സ്വയവിശുദ്ധി കൊണ്ട് രക്ഷപ്പെടുവാൻ സാധിക്കുന്ന ഒരൊറ്റ വ്യക്തിക്കും രക്ഷപ്പെടുവാൻ സാധ്യമല്ല. അതാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപയില്ലാതെ ഒരിക്കലും സാധ്യമല്ല. ഇപ്രകാരമുള്ള നമ്മളെ വളരെയധികമായിട്ട് നിരീക്ഷിക്കുന്ന ദൈവത്തിൻ്റെ വചനവും കർത്താവായ യേശു ക്രിസ്തു നിൽക്കുമ്പോൾ ഒരു ചോദ്യം ചോദിക്കുവാൻ സാധിക്കും, പിന്നീട് എങ്ങനെ നമുക്ക് ശബത്തിലേക്ക് കടക്കുവാൻ സാധിക്കും? അതിന് ഉത്തരമായിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് എഴുതുമ്പോൾ ഇപ്രകാരം എഴുതുന്നത്, ആകയാൽ എന്തുകൊണ്ട് മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അസാധ്യമെന്നോ ചിന്തിക്കുന്ന സ്ഥാനത്ത് അസാധ്യമാണെന്നോ ചിന്തിക്കപ്പെടുമ്പോൾ അവിടെ പറയുകയാണോ, ആകയാൽ നിങ്ങൾക്ക് അതിന് ഒരു മാർഗമുണ്ട്, അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് സാധിക്കും. എങ്ങനെയാണ് നിങ്ങൾക്ക് സാധിക്കുന്നത്? അവിടെ പറയുന്നു, ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടെ കടന്നുപോയി ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠ പൗരോഹിത്യത്തെ നാം കാണുകയാണ്. എ ഗ്രേറ്റ്നെസ് ഓഫ് ദ ഹൈ പ്രീസ്റ്റ്. ഒന്ന് നോട്ട് ചെയ്താട്ട്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യം. യേശു ക്രിസ്തു എന്നുള്ള മഹാപുരോഹിതൻ കടക്കുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, കടക്കുവാനായിട്ട് പ്രയാസമുണ്ടെങ്കിൽ, കടക്കുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു, ആകയാൽ എന്തുണ്ട്? ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്ക് ദൈവത്തിൻ്റെ അടുക്കലുണ്ട്. എന്താണ് ഇതിൽ നിന്ന് നമ്മെ സഹായിക്കുന്നത്? ഈ ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമ്മെ സഹായിക്കും എന്ന് ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നു. ഈ പ്രത്യേകമായ കാര്യം പഠിപ്പിക്കുവാൻ തക്കവണ്ണം യേശു ക്രിസ്തുവിൻ്റെ 3 പ്രത്യേകതകളെയാണ് പൗലോസ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. 1 വേഴ്സ് 14, 14-ാമത്തെ വാക്യം വീണ്ടും ഒരിക്കൽ കൂടെ വായിച്ചാട്ട്, ആകാശത്തിൽ കൂടെ കടന്നുപോയി ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട്. അപ്പോൾ ഒന്നാമത് പറയുന്ന 14-ാമത്തെ വാക്യം പറയുന്നു, ഹിസ് പൊസിഷൻ, അവൻ്റെ സ്ഥാനം. നോട്ട് ചെയ്താട്ട്, അവൻ്റെ സ്ഥാനം. യേശു എന്തുകൊണ്ട് ശ്രേഷ്ഠ മഹാപുരോഹിതനായി? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് മഹാപുരോഹിതൻ്റെ ഔദ്യോഗികമായി ദൈവം കൊടുത്തുമായിരിക്കുന്ന ദൈവിക ശുശ്രൂഷ എന്തെന്നോ ഔദ്യോഗിക വസ്ത്രങ്ങൾ കൂടെ നമ്മൾ പഠിക്കുമ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് എന്തുകൊണ്ട് യേശു ശ്രേഷ്ഠ മഹാപുരോഹിതനായി. അതിൻ്റെ ഒന്നാമത്തെ കാരണം ഹിസ് പൊസിഷൻ. രണ്ടാമത്തത് വേഴ്സ് 15, രണ്ടാമത്തെ ഹിസ് നേച്ചർ, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. ഹിസ് നേച്ചർ, അവൻ പാപം ചെയ്യാത്തവൻ. 3 വേഴ്സ് 16, ഹിസ് എബിലിറ്റി, അവൻ്റെ കഴിവ്. ഈ 3 കാര്യങ്ങളാണ് ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. 1, കർത്താവായ യേശു ക്രിസ്തു എന്തുകൊണ്ട് ശ്രേഷ്ഠ മഹാപുരോഹിതനായി. ഒന്നാമത്തെ പോയിന്റ് യേശു ക്രിസ്തുവിൻ്റെ പൊസിഷൻ. രണ്ടാമത്തത് യേശു ക്രിസ്തുവിൻ്റെ നേച്ചർ. 3 കർത്താവായ യേശുവിൻ്റെ എബിലിറ്റി, കഴിവ്. എന്താണ് യേശുവിൻ്റെ പൊസിഷൻ? ആ ഭാഗം ഇപ്രകാരം പറയുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ 14-ാമത്തെ വാക്യം, ആകാശത്തിൽ കൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട്. ഇവിടെ പറയപ്പെടുന്നു കർത്താവായ യേശുവിൻ്റെ പൊസിഷൻ. എന്താണ് യേശുവിൻ്റെ പൊസിഷൻ? നിങ്ങൾ മനസ്സിലാക്കണം. ഈ പ്രത്യേകമായ ഭാഗം പഠിപ്പിക്കുമ്പോൾ പ്രധാനമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ആണ്ടിൽ ഒരിക്കൽ മാത്രം മഹാപുരോഹിതൻ ദൈവസന്നിധാനത്തിലേക്ക് കടന്നു ചെല്ലുന്നു. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ വേർഡ്, ആണ്ടിൽ ഒരിക്കൽ മാത്രം മഹാപുരോഹിതൻ ദൈവത്തിൻ്റെ സന്നിധാനത്തിലേക്ക് കടന്നു ചെല്ലുന്നു. ദൈവത്തിൻ്റെ അടുക്കലേക്ക് മഹാപുരോഹിതൻ കടന്നു ചെല്ലുന്നു. എപ്പോൾ മാത്രം? ആണ്ടിൽ ഒരിക്കൽ മാത്രം. എങ്ങനെയാണ് മഹാപുരോഹിതൻ ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുന്നത്? അത് കടന്നു ചെല്ലുന്ന വിധമെന്ന് പറയുന്നത് തിരശ്ശീല മാറ്റിയിട്ട് തിരശ്ശീലയ്ക്കകത്തേക്ക് കടക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കട്ടൻ മാറ്റിയിട്ട് ആ കട്ടനിൽ കൂടെയാണ് അകത്തേക്ക് കടക്കുന്നത്. എന്താണ് ഈ സമാഗമ കൂടാരം? സമാഗമ കൂടാരം എന്ന് പറയുന്നത് വാസ്തവമായതിൻ്റെ നിഴല് മാത്രമായിരുന്നു, അഥവാ സ്വർഗീയമായതിൻ്റെ നിഴല്. വായിച്ചാട്ടെ എബ്രായ ലേഖനം 9-ാം അധ്യായം 25-ാമത്തെ വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 9 വേഴ്സ് 25. ക്രിസ്തുവോ വാസ്തവമായതിൻ്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല. അവിടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് അവിടെ പറയുന്നു. യേശു ആകാശത്തിൽ കൂടെ കടന്നുപോയി.
മറ്റുള്ള സകല മഹാപുരോഹിതന്മാർ കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്ക് കടന്ന് ദൈവസന്നിധാനത്തിൽ കടന്നു നിൽക്കുമ്പോൾ ആ ദൈവസന്നിധാനം എന്ന് പറയുന്നത് വാസ്തവമായതിൻ്റെ പ്രതിബിംബമായിരുന്നു. അതായിരുന്നില്ല റിയാലിറ്റി. അത് എന്തിനെയോ മറ്റെന്തിനെയോ വെളിപ്പെടുത്തുന്നത് മാത്രമായിരുന്നു, മറ്റെന്തിനെയോ സാദൃശ്യം മാത്രമായിരുന്നു. എന്നാൽ എന്താ വാസ്തവമായത്? വാസ്തവമായത് സ്വർഗത്തിലുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം മോശയെ വിളിച്ച് പർവ്വതത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ ദൈവം വ്യക്തമായിട്ട് പറയുകയുണ്ടായി, ഞാൻ നിനക്ക് പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന മാതൃകപ്രകാരം ഇതൊക്കെയും നീ ഉണ്ടാക്കണം. എന്താ ഉണ്ടാക്കിയത്? സ്വർഗത്തിൻ്റെ നിഴല്, അഥവാ സമാഗമന കൂടാരം എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ ഒരു നിഴലായിരുന്നു. അഥവാ ദൈവം വസിക്കുവാൻ വേണ്ടിയാണ് സമാഗമന കൂടാരം ഉണ്ടാക്കിയത്. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. അപ്പോൾ ദൈവം കൂടെ വസിക്കുവാൻ തക്കാണ് സമാഗമന കൂടാരം ഉണ്ടാക്കിയെങ്കിൽ ആ സമാഗമന കൂടാരം എന്ന് പറയുന്നത് സ്വർഗീയമായതിൻ്റെ നിഴലായിരുന്നു. വരും കാലത്ത് ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ സ്വർഗത്തിൽ ശുശ്രൂഷ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത്, എപ്രകാരമാണ് ചെയ്യുന്നുവെന്നുള്ളത് വെളിപ്പെടുത്തുവാൻ തക്കമുള്ളതായിരുന്നു ഈ സമാഗമന കൂടാരം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, സമാഗമന കൂടാരത്തിൽ ദൈവത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് കൃപാസനത്തിലേക്ക് കടക്കണമെങ്കിൽ 3 വാതിൽ കടക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ അടുക്കൽ നമ്മൾ കടന്നു ചെല്ലണമെങ്കിൽ, സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ, സ്വർഗം എന്ന് പറയപ്പെടുന്ന ആർക്ക് സിംഹാസനത്തിൽ നമ്മൾ ചെല്ലണമെങ്കിൽ 3 വാതിൽ കൂടെ കടന്നാണോ അവിടെ കടന്നു ചെല്ലേണ്ടത്? പ്രധാനമായിട്ട് വേദപണ്ഡിതന്മാരുടെ ഇടയിൽ വളരെ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ് സ്വർഗം എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ സ്വർഗമില്ലെന്നല്ല, സ്വർഗമുണ്ടെന്ന് സമ്മതിക്കുന്നുണ്ട്. എന്നാൽ സ്വർഗത്തിന് പല തട്ടുകളുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് 3-ാം സ്വർഗമുണ്ടെന്ന് പറയപ്പെടുന്നു. നിങ്ങൾക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ ലേഖനത്തിലോ ഇപ്രകാരം പറയുന്നുണ്ട്, ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, അവൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. എവിടെ വരെ? പർദീസയോളം എടുക്കപ്പെട്ടു. അപ്പോൾ എന്താ ഇവിടുത്തെ വിഷയമായിരിക്കുന്നത്? ഒരു 3-ാം സ്വർഗം, ഒരു പർദീസ, അല്ലെങ്കിൽ പർദീസ എന്നുള്ള വേർഡിൻ്റെ അർത്ഥം പാരഡൈസ് എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷത്തിൻ്റെ ഒരു തോട്ടം. ഇപ്രകാരമുള്ള സ്ഥലത്തിലേക്ക് കടക്കണമെങ്കിൽ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടുവെന്ന് പൗലോസ് പറയുന്നുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, സ്വർഗത്തിലേക്ക് കടക്കുവാൻ തക്കവണ്ണം 3 വാതിലുകളുണ്ട്. 3 വാതിലുകൾ കൂടെയാണ് കടന്ന് അവിടെ ചെല്ലേണ്ടത്. ഒരു കൂട്ടം വേദപണ്ഡിതന്മാർ പറയുന്നു, സ്വർഗത്തിൽ ദൈവം വസിക്കുന്ന സ്വർഗം എന്ന് പറയുന്നത് ഈ ഭൂമി എപ്രകാരം ഒരു ഗോളമായിരിക്കുന്നുവോ അതുപോലെ തന്നെ ഒരു ഗോളമാണ് സ്വർഗം എന്ന് പറയുന്നത്. സ്വർഗത്തിൽ ദൈവം ഇരിക്കുന്ന ഇടപെടത്തിലേക്ക് കടക്കണമെങ്കിൽ പ്രധാനമായിട്ട് 3 വാതിൽ കൂടെ കടക്കണം. എന്ന് പറഞ്ഞാൽ മറ്റ് സ്ഥലങ്ങളൊക്കെ ദൈവത്തിൻ്റെ പ്രസൻസ് അത്രമാത്രം ഇല്ലാത്ത സ്ഥലങ്ങളെന്ന് ഒരു കൂട്ടം വേദപണ്ഡിതന്മാർ വെളിപ്പെടുത്തുമ്പോൾ, വേറൊരു കൂട്ടം ആൾക്കാർ പറയുന്നുണ്ട്, സ്വർഗം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നിവാസമാണ്, ദൈവം വസിക്കുന്ന സ്ഥലമാണ്. ആ ദൈവത്തിൻ്റെ നിവാസത്തിലേക്ക് കടക്കണമെങ്കിൽ 3 വാതിൽ കടക്കണം. ഒന്ന്, ഈ അറ്റ്മോസ്ഫിയർ. നിങ്ങൾക്കറിയാം, ആകാശം എന്നുള്ള വേർഡിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന വേർഡ് ഹെവൻ എന്നുള്ള വേർഡാണ് കൊടുത്തിരിക്കുന്നത്, സ്വർഗം എന്നുള്ള വേർഡാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ ഒരു അറ്റ്മോസ്ഫിയറിക് ഹെവൻ, നമ്മുടെ ഈ ഭൂമിയെ മൂടിയിരിക്കുന്ന ആ ഹെവൻ നമ്മൾ കടക്കേണ്ടിയിരിക്കുന്നത്. 2, ഈ സൗരയൂഥത്തിൻ്റെ ഒരു ഹെവൻ, ആ അന്തരീക്ഷ വലയത്തെ കടക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ 3-ാമത് കടന്നു ചെല്ലുന്ന സ്ഥലമാണ് സ്വർഗം എന്ന് ഒരു കൂട്ടം ആൾക്കാർ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞു വരുവാൻ കാരണം ഇതേ ഉള്ളൂ, കർത്താവായ യേശു ശുശ്രൂഷിച്ചത് വാസ്തവമായതിൻ്റെ പ്രതിബിംബത്തിലല്ല, പിന്നെയോ വാസ്തവമായിടത്താണ്. എന്താണ് യേശു ശുശ്രൂഷിച്ചത്? ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ നിന്നുകൊണ്ട് കർത്താവായ യേശു ചെയ്തു. അതുകൊണ്ട് യേശു എന്ത് ചെയ്യേണ്ടി വന്നു? ആകാശത്തിൽ കൂടെ യേശു കടന്നുപോയി. എന്ന് പറഞ്ഞാൽ മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ ഈ പ്രത്യേകമായിരിക്കുന്ന തങ്ങളുടേതായിരിക്കുന്ന ആ കട്ടൻ മാറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു പോയത് പോലെ അല്ല അരിമനാഥനാകുന്ന യേശു കടന്നുപോയതോ. പിന്നെയോ യേശു കടന്നുപോയതോ സ്വർഗത്തിലേക്കാണ് കടന്നുപോയത്. സ്വർഗം വാസ്തവമായതിൻ്റെ വാസ്തവത്തിലാണോ കർത്താവായ യേശു ശുശ്രൂഷിക്കുവാൻ കാരണമായിരിക്കുന്നത്? കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇവിടെ നമ്മൾ കാണുന്നത് മഹാപുരോഹിതൻ കടന്നു പോകുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ രീതിയിൽ കർത്താവായ യേശു ക്രിസ്തു കടന്നുപോയി. നിങ്ങൾ മനസ്സിലാക്കണം, അതുകൊണ്ടുള്ള ഗുണമെന്ന് ഇന്ന് യേശു ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ അടുക്കലാണ് ആയിരിക്കുന്നത്. ദൈവത്തിൻ്റെ മുൻപിൽ, ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുൻപിലാണോ കർത്താവായ യേശു ആയിരിക്കുന്നത്? ഒരു വാക്യം, 1-2 വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. എഫെസ്യർ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. എഫിഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 10.
കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു, ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിനോ സ്വർഗാദി സ്വർഗത്തിന് മീതെ കയറി വരുമാകുന്നു. യേശു സ്വർഗാദി സ്വർഗം, അതാണ് മൂന്നാം സ്വർഗമെന്ന് പറയപ്പെടുന്നത്. സ്വർഗാദി സ്വർഗം, അതാണ് മൂന്നാം സ്വർഗം. അപ്പോൾ സ്വർഗാദി സ്വർഗത്തിന് മീതെ കയറി വരുമാകുന്നു എന്ന് പറഞ്ഞാൽ ദൈവം ഇരിക്കുന്ന ഇരിപ്പിടത്തിലേക്കാണോ കർത്താവായ യേശു ക്രിസ്തു കടന്നു ചെന്നത് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് യേശു കടന്നു ചെന്നു. ഒരു വാക്യം കൂടെ, മാർക്ക് ചാപ്റ്റർ 16 വേഴ്സ് 19. മർക്കോസ് 16:19. സ്വർഗത്തിലേക്ക് കർത്താവായ യേശു എടുക്കപ്പെട്ടു, ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്നു. അവിടെ പറയുന്നു കർത്താവായ യേശുവിൻ്റെ പൊസിഷൻ ഇന്ന് എവിടെയെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ആക്ട്സ് ചാപ്റ്റർ 1 വേഴ്സ് 9. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 9-ാമത്തെ വാക്യം. അവൻ ആരോഹണം ചെയ്തു, ഒരു മേഘം അവനെ മൂടിയിട്ട്. യെസ്, മതി. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. 1 പത്രോസ് 2-ാം അധ്യായം 3-ാം അധ്യായം 22-ാമത്തെ വാക്യം. 1 പീറ്റർ ചാപ്റ്റർ 3 വേഴ്സ് 22. അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ തുടങ്ങിയത് അവിടെ പറയുന്നു. അവൻ ആകാശത്തിൽ കൂടെ പോയി, ആകാശത്തിൽ കൂടെ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ തുടക്കമെന്ന് പറയുന്നത് യേശു ഇവിടെ നിന്ന് എടുക്കപ്പെട്ട ശേഷം. ഒരുപക്ഷെ പെട്ടെന്ന് ഒരു ചോദ്യം ചോദിക്കാം, ഈ ലോകത്തിൽ കർത്താവായ യേശു ഒരു പൗരോഹിത്യ ശുശ്രൂഷ അല്ല ചെയ്തത്. കാരണം കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണം നിവർത്തിക്കുവാനാണ് യേശു വന്നത്. ന്യായപ്രമാണത്തെ മാറ്റുവാനല്ല വന്നത്. ന്യായപ്രമാണം എന്ത് പഠിപ്പിക്കുന്നു? ന്യായപ്രമാണം ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്, ഒരു പ്രത്യേകമായിരിക്കുന്ന ഗോത്രത്തെയാണ് ദൈവം പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടത്. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ വേർഡ്, പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക ഒരു ഗോത്രത്തെയാണ്. അത് ലേവി ഗോത്രത്തെയാണ്. അല്ലാതിരിക്കുന്ന ആർക്കും തന്നെ ന്യായപ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുരോഹിതന്മാരായി തീരുവാൻ സാധ്യമല്ല. കർത്താവായ യേശു ക്രിസ്തു ജനിച്ചതോ ദാവീദ് ഗോത്രത്തിൽ നിന്നായതുകൊണ്ട് ദാവീദ് ഗോത്രമുള്ളവർക്കാർക്കും പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സാധ്യമല്ല. ദൈവം നമ്മെ അനുവദിക്കുന്നുവെങ്കിൽ നമ്മൾ മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം പഠിക്കുമ്പോൾ നമ്മൾ ഈ വിഷയം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും. എങ്ങനെയാണ് യേശു ക്രിസ്തു പുരോഹിതനായി തീർന്നത്? ഇവിടെ ഞാൻ മുൻപോട്ട് കടന്നുപോയിട്ട് അവിടെ നമ്മൾ കാണുന്നത് യേശു ദാവീദിൻ്റെ ഗോത്രം ജനിക്കപ്പെട്ടതുകൊണ്ട് ഈ ഭൂമിയിൽ ഒരു പുരോഹിതനായി ശുശ്രൂഷിക്കുവാൻ യേശുവിന് സാധ്യമല്ല. പിന്നീട് യേശുവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ എവിടെ തുടങ്ങിയെന്ന് ചിന്തിക്കുമ്പോൾ അവൻ ആകാശത്തിൽ കൂടെ കടന്നുപോയി ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കർത്താവായ യേശു ക്രിസ്തു കടന്നു എന്നതാണ് യേശുവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ തുടക്കമെന്ന് നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ പൊസിഷൻ ഇന്ന് എവിടെയാണ്? ഇന്ന് ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് കർത്താവായ യേശു ഇരിക്കുന്നു. അത് മാത്രമല്ല, രണ്ടാമതൊരു ഗുണമുണ്ട്. കർത്താവ് മറ്റെല്ലാ മഹാപുരോഹിതന്മാർ ഈ ഭൂമിയിൽ ചില കാലങ്ങൾ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുമ്പോൾ, കാരണം മരണം കൊണ്ട് അവരുടെ ശുശ്രൂഷയ്ക്ക് മാറ്റം വരുത്തുന്നുവെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ആകാശത്തിൽ കൂടെ കടന്നുപോയപ്പോൾ ഒരു പ്രത്യേകത ഉണ്ടായി. യേശു ഒരു മനുഷ്യനായിട്ടല്ല കടന്നു പോയത്, പിന്നെയോ യേശു മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനായിട്ടാണ് യേശു കടന്നു പോകാനായിട്ട് ഇടയായിത്തീർന്നത്. അതുകൊണ്ടുള്ള ഗുണമെന്ന് ഇനിയും എന്തിൻ്റെ ആവശ്യമില്ല. മരണത്തിന് യേശുമേൽ അധികാരമില്ലാത്തത് കൊണ്ട് യേശുവിന് ഇനി എന്തില്ല? ഇനിയും മരണമില്ല. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ടോ. യേശു ക്രിസ്തുവിന് മരണമില്ല. അതുകൊണ്ടുള്ള ഗുണമെന്നാണോ? യേശു സദാ ജീവിക്കുന്നവനാണോ. മറ്റുള്ള പുരോഹിതന്മാർ ചില കാലങ്ങൾ ജീവിച്ച് മരിച്ച് മാറ്റപ്പെടുമ്പോൾ അതോടുകൂടി അവരുടെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം നാം അവശേഷിക്കുന്ന സ്ഥാനത്ത് കർത്താവായ യേശു ക്രിസ്തുവാകുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതൻ ദൈവത്തിന് മുൻപിൽ നിൽക്കുന്നത് ഒരു ചില വർഷത്തേക്കോ അല്ല നിൽക്കുന്നത്, പിന്നെയോ നിത്യകാലത്തേക്കാണോ അവൻ നിൽക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അഥവാ അവൻ സ്വർഗത്തിലേക്ക് കടന്നുപോയതോ പൗരോഹിത്യ ശുശ്രൂഷ കർത്താവായ യേശു ക്രിസ്തു നിർവഹിക്കുന്നത് ചില വർഷങ്ങളിലേക്കല്ല, പിന്നെയോ നിത്യകാലത്തേക്ക് കർത്താവായ യേശു അത് ചെയ്യുന്നു. ദൈവത്തിൻ്റെ അടുക്കൽ നിന്നുകൊണ്ട്, ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് ഇന്ന് യേശു പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നു. അതിൽ കൂടെ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പൗരോഹിത്യ ശുശ്രൂഷ കർത്താവായ യേശു ക്രിസ്തു അതിൽ ശ്രേഷ്ഠനാകുവാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് യേശുവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ഭൂമിയിലുള്ളതല്ല, പിന്നെ എവിടെയാണോ? സ്വർഗത്തിൽ ആയിരിക്കുന്നു. രണ്ടാമത്തെ പ്രത്യേകത, ഈ സ്നേഹിച്ച് അവൻ്റെ സ്വഭാവം. എന്താണ് അവൻ്റെ സ്വഭാവം? വായിച്ചോട്ടെ, അതിൻ്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോട്ടെ. വേഴ്സ് 15. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അവിടെ പറയുന്നു, പാപം ഒഴികെ
സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ പ്രത്യേകതയാണ് ഹിസ് നേച്ചർ. എന്താണ് യേശുവിൻ്റെ സ്വഭാവം? പാപം ഒഴികെ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൽ എന്തില്ല? പാപം ഇല്ല. അപ്പോൾ യേശു പൗരോഹിത്യ ശുശ്രൂഷ സ്വന്തത്തിൽ ചെയ്യുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത, യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ പാപം ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇതിൻ്റെ പ്രത്യേകത? യേശു ക്രിസ്തു പാപമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, യേശു പാപത്തിനോ എക്സ്പോസ്ഡ് ആയിരുന്നില്ലേ? തീർച്ചയായിട്ടും ആയിരുന്നു. എന്നാൽ എന്താ വാസ്തവത്തിൽ സംഭവിച്ചത്? നമുക്ക് തുല്യമായി യേശു എന്ത് ചെയ്തു? പരീക്ഷിക്കപ്പെട്ടു. ഇന്ന് വൈകിയ സമയത്ത് ഞാൻ ഈ പരീക്ഷ എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകട്ടെ. ആ വാക്യം ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 32-ാമത്തെ വാക്യം. ടെംപ്റ്റേഷൻ വാസ്തവത്തിൽ എത്രമാത്രം ശക്തമാണ് ഈ ടെംപ്റ്റേഷൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ഗാഡ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഏശാവ് യാക്കോബിനോട് പറയുന്ന ഒരു വേർഡാണ് ഇത്. വളരെ ശ്രദ്ധിച്ച് നിങ്ങളായിരിക്കണം. ഇവിടുത്തെ വിഷയം നിങ്ങൾക്കറിയാം. ഏശാവ് വേട്ടയാടി മടങ്ങി വരുമ്പോൾ, വളരെ ക്ഷീണിച്ച് മടങ്ങി വരുമ്പോൾ തൻ്റെ സഹോദരൻ ചുവന്ന പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. സഹോദരനായിരിക്കും യാക്കോബിനോട് ഏശാവ് ചോദിച്ചു, നീ എനിക്കൊരു പായസം അല്പം തരിക. യാക്കോബ് വളരെ ബുദ്ധിപരമായിട്ട് ഏശാവിനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ജ്യേഷ്ഠാവകാശം നീ എനിക്ക് തരിക, ഞാൻ നിനക്ക് പായസം തരാം. ഏശാവ് പറഞ്ഞ ഒരു വേർഡ്, അതിൻ്റെ ഒരു റിപ്ലൈ ആണ് നമ്മളവിടെ വായിച്ചത്. ഞാൻ മരിക്കേണ്ടി വരുമല്ലോ, ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിനും. നിങ്ങൾ മനസ്സിലാക്കണം, ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, ഏശാവിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഏശാവ് കാണുന്നത് യാക്കോബ് ഉണ്ടാക്കി ചുവന്ന പായസം. അതിൽ വളരെ ആകർഷിതനായിട്ട് ഏശാവ് ഇത് വേണമെന്നോ തൻ്റെ ഉള്ളം കൊണ്ട് ആഗ്രഹിക്കുന്നു. എന്നാൽ താൻ പറയുന്ന ഒരു വേർഡുണ്ട്, ഞാൻ മരിക്കേണ്ടി വരുമല്ലോ. നിങ്ങൾ ശ്രദ്ധിക്കണം, ആ വേർഡാണ് എന്നെ വളരെ ചിന്തിപ്പിച്ചത്. എന്താണ് ഏശാവ് കാണുന്നത്? ഈ പായസം കുടിക്കുവാൻ തനിക്ക് കിട്ടിയില്ല എങ്കിൽ താൻ മരിക്കുവാനായിട്ട് ഇടയായി തീരുമെന്നോ. നിങ്ങൾ മനസ്സിലാക്കണം, ഈ പായസം കുടിച്ചില്ലെങ്കിലും ഈ ആൾ മരിക്കാൻ പോകുന്നില്ല. പിന്നീട് എന്താ ഇവിടുത്തെ വിഷയം? അത്രമാത്രം ഏശാവിനെ ഈ പായസം എൻറ്റൈസ് ചെയ്തു, വശീകരിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ മനസ്സിലാക്കണം, ടെംപ്റ്റേഷൻ എവിടെ കടന്നു വന്നാലും ആ ടെംപ്റ്റേഷൻ വലിയ പവർ എന്ന് പറയുന്നത് എപ്പോഴാണോ നമ്മെ അത് വശീകരിക്കുമോ, എപ്പോഴാണോ നമ്മെ അത് പരിപൂർണമായിട്ട് മൂടുമോ, അവിടെ നിന്നോ രക്ഷപ്പെടുവാൻ ഒരു രീതിയിലും സാധ്യമല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു പക്ഷെങ്കിൽ ഇവിടെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഏശാവിനോ ഈ പായസം വലിയ കാര്യമായിട്ട് എടുത്തില്ലായിരുന്നുവെങ്കിൽ ഏശാവിന് ഇതൊരു ടെംപ്റ്റേഷൻ ആകത്തില്ലായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഞാൻ പറഞ്ഞ വേർഡ്, ഏശാവിന് ഇത് വശീകരണമായി തീർന്നതോ, ഏശാവ് ഇതുകൊണ്ട് പരീക്ഷിക്കപ്പെടുവാൻ കാരണമായി തീർന്നതോ, തൻ്റെ മുൻപിൽ കൊണ്ടുവന്ന പായസം, തൻ്റെ മുൻപിൽ കണ്ട പായസം, ആ പായസത്തിൽ താൻ വശീകരിക്കപ്പെട്ടത് കൊണ്ട്, അത് തന്നെ പരിപൂർണമായിട്ട് മൂടിയത് കൊണ്ട്, അത് തന്നെ മുക്കിക്കളഞ്ഞത് കൊണ്ട്, പിന്നീട് താൻ ഒരു കാര്യം മനസ്സിലാക്കി, ഈ പായസം കുടിക്കാതെ എനിക്ക് ജീവിക്കുവാൻ സാധ്യമല്ല എന്നുള്ള ഒരവസ്ഥയിലേക്ക് ഏശാവ് കടന്നു വന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ടെംപ്റ്റേഷൻ നമ്മെ പലപ്പോഴും ചെയ്യുന്നത് എന്താ ചെയ്യുന്നറിയാം? നമ്മെ കൊണ്ടങ്ങ് ബന്ധിച്ച് കളയുക ചെയ്യുന്നത്. തിരിച്ചു വന്നാട്ട് യാക്കോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു പോകാം. യാക്കോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വന്നാട്ട്, ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് 14. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മുഖത്താൽ. നിങ്ങൾ മനസ്സിലാക്കണം, ആ 3 വാക്കുകൾ നിങ്ങൾ അണ്ടർലൈൻ ചെയ്താട്ടോ. ഒന്ന്, ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ. ദ ഫസ്റ്റ് തിങ് ആണോ മോഹം. 2, അതെന്ത് ചെയ്യുന്നു? അത് നമ്മെ ആകർഷിക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ വായിക്കുന്നത് ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് 14. മൂന്നാമത്തെ സ്റ്റെപ്പ്, അതെന്ത് ചെയ്യുന്നു? അത് നമ്മെ വശീകരിക്കുന്നു. ഇവിടെയാണ് നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ കടന്നു പോകുന്നത്. ശ്രദ്ധിക്കണേ നിങ്ങൾ ഈ വേർഡ്. ഇവിടെ വിഷയം ടെംപ്റ്റേഷനാണ്. ഇത് എല്ലാവരുടെയും ജീവിതത്തിൽ കടന്നു വരുന്ന കാര്യമാണ്. എന്നാൽ ഈ ടെംപ്റ്റേഷൻ എന്ത് ചെയ്തു? ഒന്നാമത് ചെയ്തത്, ആ ടെംപ്റ്റേഷൻ ആകുവാനുള്ള കാരണം തന്നെ നമുക്കൊരു മോഹമുണ്ടായി, ഉള്ളിലൊരു ആഗ്രഹമുണ്ടായി.
എന്തുകൊണ്ട് ആഗ്രഹമുണ്ടായത്? മറ്റൊന്ന് ആകർഷിച്ചു. ഞാനത് കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. എൻ്റെ കണ്ണുകൊണ്ട് ഞാനത് കണ്ടു, അല്ലെങ്കിൽ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചു. കണ്ണുകൊണ്ട് പൂർണ്ണമായി കാണണമെന്നില്ല, മനസ്സുകൊണ്ട് എനിക്ക് ആഗ്രഹം ഉദിച്ചാൽ മതി. ഞാൻ ആഗ്രഹം എൻ്റെ മുൻപിലേക്ക് കടന്നു വന്നു. ഈ ആഗ്രഹം എന്ത് ചെയ്തു? നെക്സ്റ്റ് ലെവലിലേക്ക് എന്നെ കൊണ്ടുപോവുകയാണ്. അതെന്നെ വശീകരിക്കുക. ഈ വശീകരണം എന്ന് പറയുന്നത്, ആ വശീകരണത്തിലേക്ക് നമ്മൾ കടക്കുമ്പോഴാണ് അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കാത്തൊരവസ്ഥ. വശീകരിക്കപ്പെടുക എന്ന് പറയുന്നതാണ് യേശാവ് പറഞ്ഞത്, ഞാൻ മരിക്കേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞത്. വാസ്തവത്തിൽ നിങ്ങൾ ചിന്തിച്ചാൽ ഒരു കാര്യം അറിയാം, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലും ടെംപ്റ്റേഷൻ ഉണ്ട്. പലപ്പോഴും നമ്മൾ ആ ടെംപ്റ്റേഷനിൽ വീണ് പോകാറുണ്ട്, സത്യമാണ്. എന്നാൽ ആ ടെംപ്റ്റേഷനിൽ വീണ് കഴിഞ്ഞാണെങ്കിലും പലപ്പോഴും നമ്മൾ തിരിച്ചൊരു ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഞാനത് ചെയ്യുവാനിടയായിട്ടുള്ളത്? വായ് ഞാനത് ചെയ്യുവാനിടയിൽ. കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരനോട് ഇപ്രകാരം പറയുകയുണ്ടായി, പാസ്റ്ററെ, എൻ്റെ ജീവിതത്തിൻ്റെതായിരിക്കുന്ന ഒരു ബലഹീനത, എൻ്റെ ജീവിതത്തിൻ്റെതായിരിക്കുന്ന വീക്ക്നെസ്, ഞാൻ പലപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്, രക്ഷപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, എങ്കിലും പലപ്പോഴും ഞാൻ വീണ് പോകുകയാണ്. എന്താ അതിന് കാരണമായിരിക്കുന്നത്? അതിൻ്റെ കാരണമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഈ വശീകരണത്തിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് രക്ഷപ്പെടുവാൻ ആർക്കും സാധ്യമല്ല. വശീകരിക്കപ്പെടുന്നതിന് മുമ്പ് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും, പക്ഷേ വശീകരിക്കപ്പെട്ടതിന് ശേഷം രക്ഷപ്പെടുവാൻ സാധ്യമല്ല. നിങ്ങൾ നോക്കിയാലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, അതിൻ്റെ പ്രത്യേക കോൺസിക്വൻസ് എത്ര വലുതായിരുന്നാലും, അതെത്രമാത്രം ശ്രേഷ്ഠമായിരുന്നാലും, ഈ കോൺസിക്വൻസിനെ കുറിച്ച് നമ്മൾ വശീകരിക്കപ്പെടുന്ന സമയത്ത് അതായിരിക്കത്തില്ല നമ്മുടെ മുമ്പുള്ള വിഷയം. പിന്നെയോ എന്തായിരിക്കും വിഷയം? ആ ഒരു ആഗ്രഹമാണ് വിഷയം. നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇവിടെ യേശാവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, യേശാവ് പറഞ്ഞത്, ഞാൻ മരിക്കേണ്ടി വരുമല്ലോ, അത് ഞാൻ മരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് ഞാൻ മാറ്റപ്പെടുമല്ലോ. എന്തുകൊണ്ട്? ഈ ഒരു അവസ്ഥ എനിക്കില്ല എങ്കിൽ, ഈ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ എങ്കിൽ, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നമ്മൾ മറന്നു കളയരുതേ. ഈ ഒരു വശീകരണത്തിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് രക്ഷപ്പെടുവാൻ സാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. അനേക ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങൾ വേദപുസ്തകത്തിൽ പഠിച്ചാൽ എല്ലാവരുടെയും ജീവിതത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും, വൺസ് ആ ഒരു അവസ്ഥയിലേക്ക് കടന്നുപോയി കഴിഞ്ഞാൽ പിന്നീട് അത് നമ്മെ പരിപൂർണമായിട്ട് മൂടുകയാണ്. അതിൻ്റെ കരങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കറിയാം ആഖാന്റെ കാര്യം. എന്താ സംഭവിച്ചത്? മേലങ്കിയും പണവും കണ്ട്, പെൺകുട്ടിയും കണ്ട് മോഹിച്ചു. ആ മോഹം തന്നെ എന്ത് ചെയ്തു? ആ സംഗതി തന്നെ ആകർഷിച്ചു. അതുകൊണ്ട് താൻ വശീകരിക്കപ്പെട്ടു. എന്താ സംഭവിച്ചത്? അവസാനം തനിക്ക് അതൊരു വലിയ വിനയായി മാറ്റപ്പെടുവാൻ ഇടയായിത്തീർന്നു. ശ്രദ്ധിച്ചോണേ, ദൈവത്തിൻ്റെ മക്കൾക്ക് രക്ഷപ്പെടുവാനുള്ള സമയം എന്ന് പറയുന്നത് മോഹം കടന്നു വരാതിരിക്കത്തില്ലെന്നല്ല. എല്ലാവരുടെയും ജീവിതത്തിൽ മോഹം കടന്നു വരും. എന്നാൽ അത് നമ്മെ ആകർഷിക്കുന്നതിന് മുമ്പ്, അത് നമ്മെ വശീകരിക്കുന്നതിന് മുമ്പ് എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടുവാൻ സാധിക്കും. വശീകരിക്കപ്പെട്ടതിന് ശേഷം രക്ഷപ്പെടുവാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു ബെനിഫിറ്റിനെ കുറിച്ച് പറഞ്ഞു. യേശു എന്ത് ചെയ്തില്ലേ? അവൻ പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടത്രേ എന്ന് പറഞ്ഞാൽ, എനിക്കും നിങ്ങൾക്കും കടന്നു വരേണ്ട പരീക്ഷകൾ കൂടെ കർത്താവായ യേശു കടന്നുപോയി. എല്ലാവിധമായിരിക്കുന്ന പരീക്ഷകൾ നമ്മളൊന്ന് വ്യക്തമായിട്ട് നമുക്ക് കടന്നു വന്ന പരീക്ഷകളെ ഒന്ന് അനലൈസ് ചെയ്യാമെങ്കിൽ യേശുവിൻ്റെ ജീവിതത്തിലും ഇതേ പരീക്ഷകൾ കാണുവാൻ സാധിക്കും. എന്നാൽ ഒരു വ്യത്യാസമുണ്ടായിരുന്നു. ആ മോഹം കടന്നു വരുന്നതിന് മുമ്പ് യേശു ക്രിസ്തുവിനോ അതിനെ ജയിക്കുവാൻ സാധ്യമായി. യേശു ഒരു മനുഷ്യനായിരുന്നു, യേശു പൂർണ്ണമായ ദൈവം തന്നെയായിരുന്നു. ഇത് യേശു ഒരു പൂർണ്ണമായ മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ ഈ ജഡത്തിൻ്റെ ബലഹീനത കൊണ്ട് തന്നെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, പിശാച് കടന്നു എന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ ആദ്യം കൊടുത്ത ആ ടെംപ്റ്റേഷൻ തന്നെ വളരെ യേശുവിനെ വീഴിക്കുവാൻ പറ്റുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഏതെല്ലാം സമയത്ത് പിശാചാണ് നമ്മെ ടെംപ്റ്റ് ചെയ്യുന്നത്, വശീകരിക്കുന്നത്, എന്നാൽ ഒരിക്കലും ദൈവം ചെയ്യത്തില്ല. എവിടെയെല്ലാം ഈ ടെംപ്റ്റേഷൻ കടന്നു വരുമോ അവിടെയെല്ലാം നമ്മുടെ വീക്ക്നെസ്സിലായിരിക്കും ടെംപ്റ്റേഷൻസ് കടന്നു വരുന്നത്. നിങ്ങൾ ഏതിലാണ് ബലഹീനരോ ആ ബലഹീനതയായിരിക്കും പിശാച് യൂസ് ചെയ്യുന്ന മാർഗം. നിങ്ങൾ സ്ട്രെങ്തൻ ആയി നിൽക്കുമ്പോൾ, നിങ്ങൾ ശക്തിപ്പെട്ട് നിൽക്കുമ്പോൾ ഒരിക്കലും പിശാച് ആ അവസ്ഥയിലേക്ക് കടന്നു വരത്തില്ല. കാരണം പിശാചിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മെ വീഴിക്കുക എന്നുള്ളതാണ്. വീഴിക്കുവാനുള്ള ഒരു
സാധിക്കണമെങ്കിൽ നമ്മുടെ വീക്ക്നെസ്സിനെയാണോ പിശാച് പിടിക്കേണ്ടത്? നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഇവിടെ എന്താ ആവശ്യമായിരിക്കുന്നത്? ദൈവത്തിൻ്റെ മക്കൾക്ക് ആ വീക്ക്നെസ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ജയമെടുക്കുവാനായിട്ട് സാധിക്കും. എന്താ സംഭവിക്കുന്നത്? പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാണോ സ്വർഗത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ദൈവവും മനുഷ്യനുമായിരിക്കുന്ന യേശു സ്വർഗത്തിൽ കടന്നു ചെന്നിരിക്കുമ്പോൾ ആ യേശു ക്രിസ്തു ചെയ്യുന്നത് നമ്മെ സഹായിപ്പാൻ കഴിവുള്ളവനാണോ, നമ്മെ വിടുവിക്കുവാൻ അവൻ കഴിവുള്ളവനാണോ? എന്തുകൊണ്ട് കഴിവുള്ളവനാണോ? അവൻ അതിൻ്റെ വിഷയം എന്താണെന്ന് അവൻ മനസ്സിലാക്കി. പാപമൊഴികെ അവൻ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ എന്ത് വന്നില്ല? പാപത്തിലേക്ക് കടക്കേണ്ടതായിട്ട് വന്നില്ല. അതുകൊണ്ട് എന്താ യേശുവിന്റെ ജീവിതത്തിലുള്ള ഗുണമെന്ന്? പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനായതുകൊണ്ട് എന്നെയും നിങ്ങളെ രക്ഷിപ്പാൻ അവന് കഴിയുവാൻ സാധിക്കും. എന്നെയും നിങ്ങളെയും രക്ഷിക്കുവാൻ അവൻ സാധിക്കും. 3, ഹിസ് എബിലിറ്റി, അവൻ്റെ കഴിവ്. എന്താണ് അവൻ്റെ കഴിവ്? വായിച്ചാട്ട് അതിൻ്റെ എബ്രായ ലേഖനം 16-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വന്നാട്ട് അവിടെ പറയുന്നു അവൻ കഴിവുള്ളവനാണോ? എന്തിന് കഴിവുള്ളവനാണ്? അവിടെ പറയുന്നു അതുകൊണ്ട്. യെസ്, അതുകൊണ്ട് കരുണ ലഭിപ്പാൻ. മുകളിലെ വാക്യങ്ങളെ മുഴുവൻ അവസാനിപ്പിച്ചുകൊണ്ട് സ്വസ്ഥതയിലേക്ക് കടക്കുവാനായിട്ട് എങ്ങനെ സാധിക്കും എന്ന് പറയുകയാണ്. അവിടെ പറയുന്നു ശ്രേഷ്ഠനായിരിക്കുന്ന ഒരു മഹാപുരോഹിതൻ നമുക്ക് സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആകയാൽ അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുക. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നാം കടന്നു ചെല്ലുക. ആരാ കടന്നു ചെല്ലേണ്ടത്? അവൻ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. എന്നാൽ അവൻ എന്ത് ചെയ്തില്ല? പാപം ചെയ്തില്ല. എന്ന് പറഞ്ഞാൽ എല്ലാ ദൈവമക്കളുടെ ജീവിതത്തിലും എന്ത് കടന്നു വരുവാൻ ചാൻസ് ഉണ്ട്? വീഴ്ചകൾ കടന്നു വരുവാൻ ചാൻസ് ഉണ്ട്. എന്നാൽ വീഴ്ചകളെ നോക്കിക്കൊണ്ട് ഞാൻ വീണു എന്ന് പറയുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പിന്നെയോ നാം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എങ്ങോട്ടാണ് കടന്നു ചെല്ലേണ്ടത്? ധൈര്യത്തോടെ അവൻ്റെ കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലുവാൻ. ധൈര്യം എവിടുന്ന് എങ്ങനെയാണ് ചെല്ലുന്നത്? അവൻ്റെ കൃപാസനത്തിലേക്ക് നാം കടന്നു ചെല്ലുക. പ്രധാനമായിട്ട് ഈ കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ എന്ത് കാര്യമാണ് കർത്താവ് ചെയ്ത്? പ്രധാനമായിട്ട് യേശു ക്രിസ്തുവിന്റെ 3 സ്വഭാവങ്ങളെ അവിടെ നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. വായിച്ചാട്ട് അതിന്റെ 15-ാമത്തെ വാക്യം വീണ്ടും ഒരിക്കൽ കൂടെ. 1, നമ്മളോട് സഹതാപം കാണിപ്പാൻ കഴിയുന്നവനാണ്, അഥവാ സിമ്പതൈസ് ചെയ്യുന്നു. കർത്താവ് നമ്മളോട് സഹതപിക്കുന്നു. 2, 16-ാമത്തെ വാക്യം. 2, നമ്മോട് കരുണ കാണിക്കുന്നു. യെസ്, പാപം ഒഴികെ നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടത്രേ. എന്താ വെളിപ്പെടുത്തുന്നത്? കമ്പാഷനേറ്റ്. കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലായിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ 3 പ്രത്യേകതകൾ, 3 സ്വഭാവങ്ങൾ. ആ 3 സ്വഭാവങ്ങളാണ് നമ്മളോട് പറയുന്നത്. നാം ധൈര്യത്തോടെ അവൻ്റെ കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലുക. ധൈര്യത്തോടെ അവൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുക. എന്താ ഒന്നാമത്തെ കാര്യം? യേശു എന്ത് ചെയ്യുന്നു? സിമ്പതി കാണിക്കുന്നു, നമ്മളോട് സഹാനുഭൂതി കാണിക്കുന്നു. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, യേശു നമ്മളോട് സഹാനുഭൂതി കാണിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം ആരോട് എവിടെ സഹാനുഭൂതി കാണിക്കുന്നു? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 1-2 പ്രത്യേകതകളെക്കുറിച്ച് ഞാൻ പറയട്ടെ. വായിച്ചാട്ടെ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 36-ാമത്തെ വാക്യം. മാത്യു ചാപ്റ്റർ 9 വേഴ്സ് 36. അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. കർത്താവായ യേശു മനസ്സലിഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം എന്ത് വിഷയത്തിലാണ് യേശു മനസ്സലിഞ്ഞത്? യേശു അവരെ നോക്കി. ആരെ നോക്കി? ഇസ്രായേൽ മക്കളെ നോക്കി. എന്താ യേശു കാണുവാൻ ഇടയായി തീർന്നത്? യേശു നോക്കിയപ്പോൾ കണ്ടത് ഇടയിലില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടു. അവർ ചിന്നിക്കിടക്കുകയാണ്, അവർ കുഴഞ്ഞു കിടക്കുകയാണ്. സ്വയമായി രക്ഷപ്പെടുവാൻ സാധ്യമല്ലാത്തൊരവസ്ഥയിൽ ഈ ആടുകൾ കിടക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു അവരെ നോക്കിക്കൊണ്ട് എന്തുണ്ടായി? മനസ്സലിഞ്ഞു. യേശു ഒരു സ്റ്റെപ്പ് എടുക്കുക. തൻ്റെ ശുശ്രൂഷയുടെ മധ്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു എന്ത് അവിടെ ആവശ്യമാണോ ആവശ്യമായിരിക്കുന്ന സ്ഥാനത്തിൽ ഒരു പ്രവൃത്തി എടുക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരിക്കൽ ആദിമ നൂറ്റാണ്ടിലെ സഭയിൽ ഒരു വലിയ പ്രശ്നമുണ്ടായി. വിധവമാരെ ഉപേക്ഷയായി വിചാരിക്കുന്നത് കണ്ടപ്പോൾ ആ
വിഷയം സഭയുടെ മുൻപിൽ കടന്നു വന്നപ്പോൾ പെട്ടെന്ന് ഒരു ആക്ഷൻ എടുത്തു. എന്താ ഒരു ആക്ഷൻ എടുത്തത്? എങ്ങനെയാണ് അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ യേശു ഈ ഭൂമിയിലെ ശുശ്രൂഷയിലായിരുന്നപ്പോൾ യേശു ഒന്ന് നോക്കിയപ്പോൾ എന്താ കാണുന്നത്? കുഴഞ്ഞവരും ചിന്നിയവരുമായിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ, കുഴഞ്ഞു കിടക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ നാമത്തിൽ എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, ഈ കുഴഞ്ഞു കിടക്കുന്നവരെ മനസ്സലിയുന്ന ഒരു നല്ല കർത്താവ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമുക്ക് ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു പോകുവാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്, അല്പം പ്രയാസം നമുക്കുണ്ട്. ദൈവം എന്നെ അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് പലപ്പോഴും ചോദിക്കുന്നവർക്ക് ചില നിമിഷങ്ങൾ ജീവിതത്തിലുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ഞാനും നിങ്ങൾ കുഴഞ്ഞു കിടക്കുന്ന കാണുമ്പോൾ എന്നെയും നിങ്ങളെ ഓർത്ത് മനസ്സലിയുന്ന ഒരു നല്ല കർത്താവ് ഉണ്ട് എന്നുള്ളത് ഇന്ന് രാത്രി നിങ്ങൾ മറന്നു കളയരുത്. നമ്മുടെ അവസ്ഥകളെ കണ്ട് മനസ്സലിയുന്ന ഒരു കർത്താവ്, ഈ കുഴഞ്ഞതായിരിക്കുന്ന ജനത്തെ കണ്ട് മനസ്സലിഞ്ഞൊരു കർത്താവ്. ഒരു വാക്യം കൊണ്ട് വായിച്ചാട്ട്, മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 37-ാമത്തെ വാക്യം. എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു നിങ്ങൾക്കോ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു വിലാപമാണ് നമ്മളിവിടെ കാണുന്നത്. എന്തിനാ യേശു വിലപിക്കുന്നത്? യേശു മുൻപിൽ നോക്കി എന്ത് കണ്ടു? ചില വർഷങ്ങൾക്ക് ശേഷം കടന്നു വരുവാൻ പോകുന്ന വലിയ നാശത്തെ കണ്ടു. യെരൂശലേം നശിക്കപ്പെടുവാൻ പോകുന്നത് കണ്ടു. ഈ പ്രത്യേകമായ സമയത്ത് ഒരു ബുദ്ധിമുട്ടുമില്ല, എല്ലാം വളരെ മനോഹരമായിട്ട് പോകുന്നു. പള്ളിയുണ്ട്, ദൈവാലയമുണ്ട്, എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടക്കുന്നു. എന്നാൽ അല്പകാലം കഴിയുമ്പോൾ സംഭവിക്കുവാൻ പോകുന്ന വലിയ തീഷ്ണതയെ മുൻപിൽ കണ്ടുകൊണ്ട് യേശു യെരൂശലേമിനെ നോക്കി. അവിടെ പറയുന്നു, യെരൂശലേമേ യെരൂശലേമേ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ ചേർക്കുന്ന പോലെ നിങ്ങളെ എത്ര വട്ടം ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു, നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു. എന്താ വിഷയം? എന്നാ? കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ ചേർക്കുന്നു. അതെ, ദൈവം ആഗ്രഹിച്ച ഒരു കാര്യമാണോ? നഷ്ടപ്പെടുവാൻ പോകുന്നത് മുൻപിൽ കണ്ടുകൊണ്ട്, നശിക്കുവാൻ പോകുന്നതിന് മുൻപിൽ കണ്ടുകൊണ്ട്, പൂർണ്ണമായിരിക്കുന്ന നാശം കടന്നു വരുന്നത് മുൻപിൽ കണ്ടുകൊണ്ട് യേശു ഇവിടെ വിലപിക്കുകയാണ്. യേശു അവരെ നോക്കി മനസ്സലിയുന്നകൾ മനസ്സിലാക്കണം, ഏത് സിറ്റുവേഷനിലാണ് ഈ ജനമായിരിക്കുന്നത്. വാസ്തവത്തിൽ അവർ രക്ഷിപ്പാൻ കടന്നു വന്ന രക്ഷകനെ സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. സ്വന്തമായ ഇസ്രായേൽ മക്കളോ യേശുവിനെ കൈക്കൊള്ളാതെ തള്ളിക്കളഞ്ഞൊരു സ്ഥാനത്താണ് അവരെ നോക്കിക്കൊണ്ട് യേശു മനസ്സലിയുവാൻ കാരണമായി തീർന്നത്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ മക്കളെ ഞാൻ ഓർപ്പിക്കട്ടെ, യേശു അവരെ നോക്കി മനസ്സലിഞ്ഞുവെങ്കിൽ രക്ഷിപ്പാൻ കടന്നു വന്നവരോ തന്നെ തള്ളിക്കളഞ്ഞതായ സ്ഥാനത്തോ, തനിക്കൊരു സപ്പോർട്ട് തരാതെ തന്നെ ഉപേക്ഷിച്ചതായ സ്ഥാനത്തോ അവരെ നോക്കിക്കൊണ്ടൊരു വേദന കർത്താവായ യേശുവിന് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ മക്കളെ ഞാൻ ഓർപ്പിക്കട്ടെ, എന്നെയും നിങ്ങളെയും നോക്കിക്കൊണ്ട് എത്രമാത്രം കർത്താവായ യേശു ഭാരപ്പെടുന്നു എന്നുള്ളത് ഏത് സ്ഥാനത്തും നിങ്ങൾ മനസ്സിലാക്കി വേണം. നാം ഭാരപ്രയാസങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ, കുഴഞ്ഞവരായിട്ട് നാം കഴിയുമ്പോൾ, വീണവരായിട്ട് നമ്മൾ കഴിയുമ്പോൾ, അഥവാ ചിന്നിവരായിട്ട് കഴിയുമ്പോൾ, ആരോരും ആശ്രയമില്ലാതെ രക്ഷപ്പെടുവാൻ സാധ്യമല്ല എന്ന് ചിന്തിക്കുന്ന സ്ഥാനത്ത് സ്വർഗ്ഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും നോക്കി എത്രമാത്രം മനസ്സലിയെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഭൂമിയിൽ വെച്ച് അവൻ മനസ്സലിഞ്ഞു. ഈ ഭൂമിയിൽ വെച്ച് അവൻ മനസ്സലിഞ്ഞുവെങ്കിൽ സ്വർഗ്ഗത്തിൽ അവൻ മനസ്സലിയുന്നവനാ. ദൈവത്തിന് മുൻപിൽ അവൻ എനിക്ക് വേണ്ടി മനസ്സലിയുന്നവനാ. എൻ്റെ ഏത് സിറ്റുവേഷനെ അവൻ മുൻപിൽ കണ്ടുകൊണ്ട് അതോടുകൂടെ എന്നോടുകൂടെ സഹതപിക്കുന്നവൻ, എന്നോടുകൂടെ മനസ്സലിയുന്നവൻ. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അവൻ മനസ്സലിയുന്നവനായതുകൊണ്ട് ഒരു കാര്യം എനിക്കുണ്ട്, എനിക്ക് ധൈര്യത്തോടുകൂടെ എനിക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും. കാരണം ഈ മനസ്സലിയുന്ന കർത്താവ് എനിക്ക് വേണ്ടി പിതാവിൻ്റെ വലതുഭാഗത്ത് നിൽക്കുകയാണോ? ആരായിട്ടാണ് നിൽക്കുന്നത്? ഒരു മഹാപുരോഹിതനായിട്ട്. എന്തിനു വേണ്ടിയാണ് നിൽക്കുന്നത്? എനിക്ക് വേണ്ടി ദൈവത്തിന് മുൻപിലോ ഇടിവിൽ നിൽക്കുക, എനിക്ക് പകരമായിട്ടോ ദൈവത്തിന് മുൻപിൽ ആയിരിക്കുക. എനിക്ക് വേണ്ടിയാണ് കർത്താവായ യേശു ആയിരിക്കുന്നത്. ദൈവത്തിന് മക്കളെ നിങ്ങൾ മറന്നു കളയരുത്. എനിക്ക് വേണ്ടി, അഥവാ നമുക്ക് വേണ്ടി, വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന് വേണ്ടിയാണ് ഇന്ന് കർത്താവായ യേശു ദൈവത്തിന് മുൻപിൽ നിൽക്കുന്നത്. എനിക്കും നിങ്ങൾക്ക് വേണ്ടി കർത്താവായ യേശു ദൈവത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അവൻ എന്നെ നോക്കി മനസ്സലിയുന്നൊരു ദൈവമാണ്. എൻ്റെ വിഷയങ്ങൾ കടന്നു വരുമ്പോൾ, എൻ്റെ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇതാണ് ദൈവത്തിൻ്റെ ഹൃദയം. എന്താ ദൈവത്തിൻ്റെ ഹൃദയം? ഒരു വേദപുസ്തകത്തിൽ ഒരപ്പൻ്റെ 2 മക്കളെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തെ മകനോ ഇളയ മകൻ സകലതും അപ്പൻ്റെ കയ്യിൽ നിന്ന് വീതം വാങ്ങിക്കൊണ്ട് ദൂരദേശത്തെ കടന്നുപോയി സകലതും നശിപ്പിച്ച് മടങ്ങി വരികയാണ്. മടങ്ങി വരുവാനുള്ള ആഗ്രഹമില്ലായിരുന്നു. എന്നാൽ അപ്പൻ്റെ മുൻപിൽ നിന്നോ എല്ലാം നശിപ്പിച്ചിട്ട് ഓടിപ്പോയതായിരിക്കുന്ന മകൻ, ആ മകൻ്റെതായിരിക്കുന്ന മടങ്ങി വരവ് കാണുമ്പോൾ വാസ്തവത്തിൽ നിങ്ങൾ
ചിന്തിച്ചു ഇരിക്കണം. ഒരു പക്ഷേ ഈ പിതാവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ പിതാവ് മകൻ്റെ വരവിനെ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയാണോ, എന്ന് ഈ മകൻ മടങ്ങി വരുമെന്നോ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പിതാവ്. അതുകൊണ്ടാണ് ഈ മകൻ ദൂരത്തുനിന്ന് വരുന്ന കാഴ്ച കണ്ടപ്പോൾ പിതാവ് ദൂരത്ത് വെച്ച് അത് കാണുവാൻ ഇടയായി തീർന്നത്. എന്ത് ചെയ്തു? പിതാവ് ഓടി തൻ്റെ മകൻ്റെ അടുക്കിലേക്ക് കടന്നു എന്നോ ആ മകനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചുവെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ മക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മുടെ അവസ്ഥകളെക്കുറിച്ച് നമ്മൾ ഭാരപ്പെടുന്നുവെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം, എന്നെയും നിങ്ങളെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിക്കുന്ന ഒരു നല്ല മഹാപുരോഹിതൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി സ്വർഗ്ഗത്തിൽ പിതാവിൻ്റെ മുൻപിലുണ്ട്. എൻ്റെയും നിങ്ങളുടെ ബലഹീനതകളിലോ അവൻ സഹതപിപ്പാൻ കഴിയുന്നവനാണോ? അവന് പാപം അവൻ്റെ ജീവിതത്തിലില്ല, ബലഹീനത അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടില്ല. എന്നാൽ എൻ്റെ ബലഹീനത എന്താണെന്നുള്ളത് അവൻ നന്നായിട്ട് അറിയുന്നു. എൻ്റെ ബലഹീനത എന്തെന്നുള്ളത് അവൻ നന്നായിട്ട് അറിയുന്നു. എന്നാൽ എൻ്റെ ബലഹീനതയിലോ അവൻ രക്ഷിപ്പാൻ കഴിവുള്ളവനാണോ? അവൻ മനസ്സറിയുന്നവനാണ്, സഹതപിക്കുന്നവൻ, കമ്പാഷൻ ചെയ്യുന്നു. അത് മാത്രമല്ല, അവൻ എന്ത് ചെയ്യുന്നു? എന്നോട് കരുണ കാണിക്കുന്നു, എന്നോട് കരുണ കാണിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, കരുണ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ന്യായമായിട്ട് യാതൊരു നീതിക്കും യോഗ്യമല്ലാതിരിക്കുന്ന സ്ഥാനത്ത് യോഗ്യതയില്ലാത്തതായിരിക്കുന്ന ഒരു സ്റ്റെപ്പാണ് കരുണയെന്ന് പറയുന്നത്. യാതൊരു യോഗ്യതയും നമുക്കില്ല. ഇത് നിയമപരമായിട്ട് പ്രാപിക്കുവാനുള്ള ഒരു യോഗ്യതയുമില്ല. ഒരു വിശുദ്ധിയോ അല്ലെങ്കിൽ എൻ്റെ നടപ്പോ മറ്റൊന്നും അതിന് യോഗ്യമായിട്ടില്ല. എന്നാൽ യോഗ്യത ഇല്ലാതിരിക്കുന്ന സ്ഥാനത്ത് ദൈവം എന്നോട് കാണിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വലിയ കൃപയാണോ കരുണ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ മക്കളെ നമ്മൾ മനസ്സിലാക്കണമേ. നമ്മൾ ഓരോ ദിവസവും നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ ഒന്ന് നമുക്ക് കാണുവാൻ സാധിക്കും, ഈ ദൈവം എത്രത്തോളം എന്നോട് കരുണ കാണിക്കുന്നു, ഈ ദൈവം എത്രത്തോളം നമ്മെ കരുണ കാണിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഒരു വൃക്ഷമുണ്ടായിരുന്നു. ആ വൃക്ഷത്തിന് എന്തുണ്ടായിരുന്നു? 3 വർഷം അതിൻ്റെ ഫലം അന്വേഷിച്ചു വന്നു, എന്നാൽ ഒരു ഫലവും കണ്ടില്ല. വൃക്ഷത്തോട്ടത്തിൻ്റെ യജമാനൻ ചെന്നിട്ട് ആ തോട്ടക്കാരനോട് ഒരു കാര്യപ്രകാരം പറഞ്ഞു, ആ വൃക്ഷത്തെ വെട്ടിക്കളയുവാൻ പറഞ്ഞു. എന്നാൽ ആ തോട്ടത്തിൻ്റെ വേലക്കാരൻ ഇപ്രകാരം യജമാനോട് പറഞ്ഞു, ഒരാണ്ടുകൂടെ നിൽക്കട്ടെ, മേലാൽ ഫലം കായ്ച്ചെങ്കിലോ, ഇല്ലെങ്കിൽ വെട്ടിക്കളയാം. എന്താ ഇവിടെ സംഭവിച്ചെന്നറിയാമോ? ആ വൃക്ഷത്തിന് യജമാന്റെ പക്കൽ നിന്ന് കരുണ ലഭിച്ചു. വെട്ടിക്കളയപ്പെട്ടതായിരിക്കും വൃക്ഷമാണോ ഇപ്പോൾ നിലനിൽക്കുവാൻ കാരണമായി തീർന്നത്? വെട്ടിക്കളയപ്പെട്ട സ്ഥാനത്താണോ ഇപ്പോൾ നിലനിൽക്കുവാൻ കാരണം? ദൈവമക്കളെ നിങ്ങൾ മനസ്സിലാക്കണം, വെട്ടിക്കളയപ്പെട്ട സ്ഥാനത്താണോ ഇപ്പോൾ നിലനിൽക്കുവാൻ കാരണം? എന്താ നിലനിൽക്കുവാൻ കാരണം? ഇവിടെ വേറൊരാളിൽ നിന്ന് മധ്യസ്ഥത വഹിക്കുക. ആരായത് ചെയ്തത്? ഒരാണ്ടുകൂടെ നിൽക്കട്ടെ, ഒരാണ്ടുകൂടെ നിൽക്കട്ടെ. നിങ്ങൾ മനസ്സിലാക്കിക്കോണേ, ദൈവം നമ്മെ പരമേൽപ്പിച്ചായിരിക്കുന്ന വേലയ്ക്ക് അനുസരണമായിട്ട് ദൈവത്തിന് നമ്മുടെ കരങ്ങളിൽ നിന്ന് ഒരു റിസൾട്ട് കാണാതിരിക്കുമ്പോൾ ഈ വൃക്ഷം ഇവിടുന്ന് വെട്ടിക്കളയുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം അരുളപ്പാട് കൊടുത്തെങ്കിലും സ്വർഗ്ഗത്തിലെ ദൈവത്തിന് മുൻപിൽ നിന്നുകൊണ്ട് എന്നോട് കാണിക്കുന്ന ഒരു കരുണയുണ്ട്. അതാണ് ഇന്നും നമ്മളിവിടെ ആയിരിക്കുന്നത്. ഇന്നും നമ്മൾ ദൈവത്തിന് നന്ദി പറയുവാൻ കാരണമായിരിക്കുന്നത്, ദൈവത്തെ സ്തുതിക്കുവാൻ കാരണമായിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെയും നിങ്ങളുടെയും വിശുദ്ധ ജീവിതം കൊണ്ടല്ല ദൈവത്തിൻ്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾ പ്രാപിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആരോട് ചോദിച്ചു, പാസ്റ്ററെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കേണ്ട മാർഗ്ഗമെന്ന്. ഞാൻ അവരോട് ഒരു കാര്യം, കുഞ്ഞെ, നിന്റെ ഒരു വിശുദ്ധി കൊണ്ടും ആത്മാഭിഷേകം പ്രാപിക്കുവാൻ സാധ്യമല്ല. കാരണം എന്നാണെന്ന് അറിയാമോ? ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് അനുസരണമായിട്ട് നിന്റെ ജീവിതത്തിൽ നിനക്ക് വിശുദ്ധനാകുവാൻ സാധ്യമല്ല. പിന്നീട് എന്താണെന്ന് അറിയാമോ? ദൈവം എൻ്റെ മേൽ പകരപ്പെടുന്ന ആത്മാഭിഷേകമാകട്ടെ, ഇത് ദൈവം എന്നോട് കാണിക്കുന്ന കൃപയാണോ, ദൈവം എന്നോട് കാണിക്കുന്ന കരുണയാ? ദൈവത്തിൻ്റെ വാഗ്ദത്തമാണെന്ന് എനിക്കറിയാം, സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ഈ വിശുദ്ധമായിരിക്കുന്ന ദൈവത്തെ പോലെ ഹോളിയായിരിക്കുന്ന ദൈവത്തെ പോലെ വിശുദ്ധനായിരിക്കുന്ന വാസ്തവത്തിൽ ദൈവമാകുന്ന ദൈവത്തിന്റെ മൂന്നാം ആളത്വമാകുന്ന പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ എന്ത് യോഗ്യതയുണ്ട്? ഒരു യോഗ്യതയുമില്ല. പിന്നെയോ ഉള്ള യോഗ്യത എന്ന് പറയുന്നത് അവൻ എന്നോട് കരുണ കാണിക്കുന്നു. എൻ്റെ ദൈവം എന്നോട് കരുണ കാണിക്കുന്നു. എൻ്റെ ദൈവം എന്നോട് കരുണ. നിങ്ങൾ മനസ്സിലാക്കണം, ഞാനും നിങ്ങളും അനുഭവിക്കുന്ന സകല നന്മകളും, ഞാൻ അനുഭവിക്കുന്ന സകലവിധമായിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് കാരണമായിരിക്കുന്നത് ദൈവം എന്നോട് കരുണ കാണിക്കുന്നതാണ്. ദൈവം എന്നോട് കരുണ കാണിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, സ്വർഗ്ഗത്തിലൊരു മഹാപുരോഹിതൻ ദൈവത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് നാം വെട്ടിപ്പോകാതെ, നാം വീണു പോകാതെ, നമ്മെ തള്ളിക്കളയാതെ ഇന്നും നമ്മെ നിർത്തുവാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആ ദൈവം നമ്മളോട് കരുണ കാണിക്കുക. ദൈവം നമ്മോട് മനസ്സലിയുന്നു, ദൈവം നമ്മോട് കരുണ കാണിക്കുന്നു, ദൈവം നമ്മോട് സഹതപിക്കുന്നു. എന്നോടുകൂടെ സഹതപിക്കുക. എന്താ വാക്കിൻ്റെ അർത്ഥമെന്നറിയാമോ? ഒരുമിച്ച് ദുഃഖിക്കുക, സഹതപിക്കുക, കൂടെ ദുഃഖിക്കുക. ദൈവം എന്നോടുകൂടെ, കാരണം എൻ്റെ അവസ്ഥകളെ ദൈവം മനസ്സിലാക്കുന്നു.
പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്യുന്നു? പിതാവിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. പിതാവിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് എനിക്കുള്ള ഗുണം, എന്നോടവൻ കരുണ കാണിക്കുന്നു, എന്നോടവൻ സഹതപിക്കുന്നു, എന്നോടവൻ മനസ്സലിയുന്നു. ഇതുകൊണ്ട് എനിക്ക് എന്തുണ്ട്? എനിക്കൊരു കാര്യമുണ്ട്, ധൈര്യത്തോടുകൂടെ അവൻ്റെ കൃപാസനത്തിലേക്ക് അടുത്തിടുവാനായിട്ട് സാധിക്കും. എന്താ പലപ്പോഴും ദൈവമക്കളുടെ ജീവിതം സംഭവിക്കുന്നത് എന്നാണെന്നറിയാമോ? ജീവിതത്തിൽ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നിടുവാനുള്ള ഒരു ബുദ്ധിമുട്ട്, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നിടുവാനുള്ള പ്രയാസം. ഇതുകൊണ്ട് പലപ്പോഴും എന്ത് സംഭവിക്കുന്നു? ഒരു വലിയ ദൈവത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് അകലുന്നു. ഈ ദൈവം എന്നോട് സഹതപിക്കുന്നു, ഈ ദൈവം എന്നോട് കരുണ കാണിക്കുന്നു, ഈ ദൈവം എന്നോട് മനസ്സിലായി. ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു, ഒന്ന് ശ്രേഷ്ഠ മഹാപുരോഹിതൻ പറയുമ്പോൾ, ഒന്ന് യേശു ക്രിസ്തുവിൻ്റെ പൊസിഷൻ എന്താ? അവൻ സ്വർഗ്ഗത്തിലായിരിക്കുന്നു. 2 യേശു ക്രിസ്തുവിൻ്റെ നേച്ചർ, അവൻ പാപമില്ലാത്തവൻ, എന്നാൽ മനുഷ്യനായിരുന്നുവെങ്കിലും അവൻ പാപമില്ലാത്തവൻ. 3 യേശുവിൻ്റെ എബിലിറ്റി, അവൻ എന്നോട് സഹതപിപ്പാൻ കഴിവുള്ളവനാണ്. ഇതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇതുകൊണ്ട് നാം എന്താണ് നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത്? 2 കാര്യം നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന് വായിച്ചിട്ട് അതിൻ്റെ 14-ാമത്തെ വാക്യം, വേഴ്സ് 14. അപ്പോൾ ഒന്നാമത് നാം ചെയ്യേണ്ടത്, ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് 2 കാര്യം ചെയ്യണം. ഒന്ന്, നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. ഹോൾഡ് ഫാസ്റ്റ് അവർ ഫെയ്ത്ത്. ഹോൾഡ് ഫാസ്റ്റ് അവർ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊള്ളുക. അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷൻ, നമ്മുടെ വാക്കുകളെ മുറുകെ പിടിക്കുക. ഇതാണ് ദൈവം നമ്മെക്കുറിച്ച് ഒന്നാഗ്രഹിക്കുന്നത്. അവിടെ പറയപ്പെടുന്നത്, നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. ഒരിക്കൽ പോലും വിട്ടുകളയുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. വായിച്ചട്ടെ, എബ്രായ ലേഖനം 10-ാം 23-ാമത്തെ വാക്യം. പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. അപ്പോൾ ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് നമുക്ക് എന്തു വേണം? അവൻ നമുക്ക് വേണ്ടി പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നതുകൊണ്ട്, അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് നാം എന്ത് ചെയ്യണം? വിശ്വാസത്തിൻ്റെ വാക്കുകളെ നാം മുറുകെ പിടിക്കുക. നമ്മൾ ഹോൾഡ് ഫാസ്റ്റ് നമ്മൾ ചെയ്യണം. വിട്ടുകളഞ്ഞിട്ടല്ല കാര്യമുള്ളത്. ദൈവം നമ്മെ ഏതവസ്ഥയിലും രക്ഷിക്കുവാൻ ശക്തനാണ്. എന്നാൽ ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ദൈവം നമ്മളെ രക്ഷിപ്പാൻ ആഗ്രഹിക്കുമ്പോൾ നാം നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കേണ്ടത് വളരെ ആവശ്യമാണ്. വിട്ടുകളയുവാൻ ദൈവം ആഗ്രഹിക്കും. 2, നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ 16-ാമത്തെ വാക്യം, നാം ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലുക. അപ്പോൾ നമുക്ക് 2ാമത് ഉണ്ടാകേണ്ടത്, നാം കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലണം. We should encourage ourselves to come boldly to the throne of grace. കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലുവാനുള്ള ധൈര്യം നമുക്കുണ്ടാകണം. നമുക്ക് മുൻപോട്ട് കടന്നു ചെല്ലണം. ആയിരിക്കുന്ന സ്ഥലത്ത് ഇരിക്കുവാനല്ല, പിന്നെയോ നാം മുൻപോട്ട് കടന്നു ചെല്ലണം. ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ഏത് നന്മകളും നമ്മൾ അനുഭവിക്കണമെങ്കിൽ ഒരു സ്റ്റെപ്പ് നമ്മൾ വെക്കേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയെ കാണുന്നുണ്ട്. ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ കണ്ട് ദൈവം പ്രവർത്തിക്കും. ദൈവം, നിങ്ങൾ മനസ്സിലാക്കണം, ഏലിയാവിൻ്റെ ജീവിതത്തിൽ ഏലിയാവ് ഒരു സ്റ്റെപ്പ് വെക്കാതെ മാറിയിരിക്കുന്ന സ്ഥാനത്ത് സ്വർഗ്ഗത്തിലെ ദൈവം കടന്നു ചെന്നു ഏലിയാവിനെ അവിടുന്ന് വിടുവിക്കുവാൻ ശക്തനായിരുന്നു. എന്നാൽ ദൈവം തൻ്റെ മക്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, നാം കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് അടുത്ത് ചെല്ലുക. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുക്കുവാനുള്ളൊരു മനസ്സ്, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുക്കുവാനുള്ള ഒരുക്കം. ഇത് എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? നമുക്ക് ലഭിക്കണമെങ്കിൽ ഒരു കാര്യം നമുക്ക് ചെയ്യണം. വായിച്ചോട്ടെ, എബ്രായ ലേഖനം 10-ാം അധ്യായം 19-ാമത്തെ വാക്യം. എബ്രായർ 10:19. വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും, വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യം നമുക്ക് ലഭിച്ചിരിക്കുന്നു. എവിടുന്ന് ആ ധൈര്യം ലഭിച്ചത്? ത്രൂ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ. ഇതാണ് എന്നെ ധൈര്യത്തോടുകൂടെ കൃപാസനത്തിലേക്ക് കൊണ്ടുപോകുന്നത്. എൻ്റെ അയോഗ്യതയല്ല, പിന്നെയോ യേശുവിൻ്റെ രക്തമാണ് എന്നെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക്, കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലുവാൻ ദൈവം എന്നെ യോഗ്യനാക്കുന്നത്. യേശുവിൻ്റെ രക്തം കൊണ്ട് എനിക്ക് കടന്നു ചെല്ലുവാനായിട്ട് സാധിക്കും. എന്താ ഇവിടെ? അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടുകൂടെ അവൻ്റെ കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലാം. വായിച്ചോട്ട്, എഫെസ്യർ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. എഫെസ്യർ 3:12. അവൻ ആശ്രയിച്ചിട്ട് അവനുള്ള വിശ്വാസത്താൽ നമുക്ക് എന്തുണ്ട്? നമുക്ക് ധൈര്യവും
പ്രവേശനമുണ്ട്. നമുക്ക് ധൈര്യത്തോടുകൂടെ പ്രവേശിക്കുവാനായിട്ട് സാധിക്കും. എന്ത്? അവനിൽ ആശ്രയിച്ചിട്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, രണ്ട് കാര്യം ദൈവം നമ്മളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്നാമത് ദൈവം ആഗ്രഹിക്കുന്നത് നാം നമ്മുടെ പ്രൊഫഷൻ, നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കണം. രണ്ട്, നാം ധൈര്യത്തോടുകൂടെ അവൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലണം. അതുകൊണ്ട് എന്തവൻ ചെയ്യും? മൂന്ന് കാര്യം അവൻ്റെ പ്രത്യേകതയാണ്. ഒന്ന്, അവൻ കഴിവുള്ള, അവൻ സ്വർഗത്തിൽ പിതാവിൻ്റെ മുമ്പിലിരിക്കുന്നു. രണ്ട്, അവൻ്റെ നേച്ചർ, അവൻ്റെ സ്വഭാവം. മൂന്ന്, അവൻ്റെതായിരിക്കുന്ന എബിലിറ്റി, കഴിവ്. ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അവിടെ പറയപ്പെടുന്നൊരു കാര്യമുണ്ട്, നമുക്ക് അസാധ്യമായത്, ഇത്രമാത്രം പ്രതികൂലങ്ങളുടെ നടുവിൽ നമ്മെ ശബത്തിലേക്ക് കടത്തുവാൻ സാധിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല എങ്കിൽ ആ ശബത്തിൻ്റെ അനുഭവത്തിലേക്ക് കടത്തുവാൻ ഈ കാര്യങ്ങൾ ശക്തമാണ്. എന്താ ശക്തമായിരിക്കുന്നത്? യേശു ക്രിസ്തുവാകുന്ന ഏക കാര്യസ്ഥൻ, യേശുവാകുന്ന ഏക മഹാപൗരോഹിത്യം, യേശു ക്രിസ്തുവാകുന്ന പുരോഹിതൻ എനിക്കും നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് മുൻപിൽ പറയപ്പെടുന്നതായിരിക്കുന്ന സകല പ്രതികൂലങ്ങളെയും പരിപൂർണമായിട്ട് തരണം ചെയ്തുകൊണ്ട് ശബത്തിലേക്ക് കടക്കുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, പ്രതികൂലങ്ങൾ ഒത്തിരിയുണ്ട്, പ്രയാസങ്ങൾ ഒത്തിരിയുണ്ട്. എന്നാൽ ആ പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ കണ്ടുകൊണ്ടല്ല ദൈവമക്കൾ മുൻപോട്ട് കടന്നു പോകുന്നത്. പിന്നെയോ ദൈവം കർത്താവായ യേശുവിൽ ആശ്രയിച്ചുകൊണ്ട് അവർക്ക് മുൻപോട്ട് കടന്നു പോകാനായിട്ട് സാധിക്കും. കർത്താവായ യേശു ഇപ്രകാരം പറഞ്ഞു, മനുഷ്യർക്ക് പ്രയാസമാണോ, എന്നാൽ ദൈവത്തിന് സാധ്യമാണോ? എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിലെ ബലഹീനതകളോ, എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിലെ കുറവുകളോ ഇന്ന് രാത്രികാലം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നമ്മുടെ കണ്ണുകൾ അടച്ചാട്ട് എന്നെയും നിങ്ങളെയും ശബത്തിൻ്റെ അനുഭവത്തിലേക്ക് കടത്തുവാൻ എൻ്റെ കർത്താവായ യേശു ശക്തനാണ്.